ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നൊരു സാറ്റർഡേ ആണ്. അപ്പോൾ ഞങ്ങൾ സാറ്റർഡേ സ്പെഷ്യലായിട്ട് ഇവിടെ ഉണ്ടാക്കുന്ന കുറച്ച് റെസിപ്പീസാണ് ഷെയർ ചെയ്യുന്നത്. ഞങ്ങളപ്പോൾ ഇന്നലെ തന്നെ ഡിസൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു എന്താ ഇന്ന് ഉണ്ടാക്കാമെന്ന്. അപ്പോൾ ബിരിയാണിയും ചിക്കനും പ്രോൺസൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സവാള, വെളുത്തുള്ളി, പച്ചമുളക്, ബിരിയാണിക്ക് ആവശ്യമായതൊക്കെ കട്ട് ചെയ്ത് വെച്ചു. പിന്നെ ചിക്കൻ കറിയിലേക്ക് പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, തക്കാളി, വേപ്പില, സവാള എന്നിവ അരിഞ്ഞു വെച്ചു. പിന്നെ അതിനുശേഷം ആദ്യം തന്നെ ഞാൻ സവാള, കാഷ്യൂനട്ട്, മുന്തിരി, ഉണക്കമുന്തിരിയും വറുത്ത് വെച്ചു. പിന്നെ അരി കഴുകി വെച്ചു. ഒരു 3 ഗ്ലാസ് അരി എടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ എല്ലാം റെഡിയാക്കിയിട്ട് ബിരിയാണി ഉണ്ടാക്കാൻ തുടങ്ങി. ആദ്യം തന്നെ ഒരു കുക്കറിൽ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിലേക്ക് കുക്കറിലേക്ക് 2 സ്പൂൺ നെയ്യ് ഒഴിച്ചു. പിന്നെ ഹോൾ സ്പൈസസ് ആഡ് ചെയ്തു. ഇതിലേക്ക് പച്ചമുളകും വെളുത്തുള്ളിയും ചതച്ച് ആഡ് ചെയ്ത് കൊടുത്തു. അപ്പോൾ നല്ലൊരു ഫ്ലേവർ കിട്ടും, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് രണ്ടും ആഡ് ചെയ്ത് പച്ചമണം മാറുന്നവരെ ഒന്ന് സോട്ട് ചെയ്ത് കൊടുക്കാം. അതൊന്നും ആവുമ്പോൾ നമുക്ക് അതിലേക്ക് നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന അരി ഉണ്ടല്ലോ, ബിരിയാണി റൈസ്, ആഡ് ചെയ്ത് കൊടുക്കാം. അത് ഒരു 3 ഗ്ലാസ് അരിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ജസ്റ്റ് ഒന്ന് ആയി വരുമ്പോൾ അതിലേക്ക് ആവശ്യത്തിനായ വെള്ളം, ബിരിയാണിയിൽ ആവശ്യമായ വെള്ളം എന്ന് പറഞ്ഞാൽ ഞാൻ 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം എന്നുള്ള രീതിയിലാണ് എടുത്തിരിക്കുന്നത്. അത് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നന്നായിട്ടൊന്ന് അതൊന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്യാം. ഉപ്പ് ജസ്റ്റ് കുറച്ച് നമ്മളൊന്ന് ടേസ്റ്റ് ചെയ്യുമ്പോൾ ഒത്തിരി കൂടി നിൽക്കണം. അങ്ങനെയാണ് നമ്മൾ ബിരിയാണിയിൽ ഉപ്പ് നമ്മൾ നോക്കുക. പിന്നെ ലെമൺ ജ്യൂസ് ആഡ് ചെയ്യുക. ഒരു ലെമൺ കട്ട് ചെയ്തിട്ട് അതിന് ജ്യൂസ് ആഡ് ചെയ്ത് കൊടുക്കാം. അത്രേ ഉള്ളൂ. അപ്പോൾ അതിന് ശേഷം നമുക്ക് കുക്കർ അടച്ച് വെച്ചിട്ട് ഒരു വിസിൽ കേൾക്കണ വരെ വെയിറ്റ് ചെയ്യാം. അങ്ങനെ ഒരു വിസിൽ വേണ്ടി വെയിറ്റ് ചെയ്യാണ്. അങ്ങനെ നമ്മുടെ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ഒരു വിസിലടിപ്പിച്ചാൽ മതി, അപ്പോഴേക്കും നല്ല വേവൊക്കെ കൃത്യം പാകത്തിന് വന്നിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച സവാള, കാഷ്യൂനട്ട്, മുന്തിരി എന്നിവ ചേർത്ത് കൊടുക്കാം. പിന്നെ മല്ലിയില ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. അത്ര തന്നെയുള്ളൂ, ബിരിയാണി റെഡിയാണ്. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. അപ്പോൾ ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് ഞാൻ ലാസ്റ്റ് പറയാം കേട്ടോ. സവാളയും കാഷ്യൂനട്ടും മുന്തിരി വറുത്തതും പിന്നെ കുറച്ച് മല്ലിയിലയും മുകളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടല്ലോ, അത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കൂടുതൽ ഫോഴ്സ് ഉപയോഗിക്കാൻ പാടില്ല, ചെറുതായിട്ട് ലൈറ്റായിട്ടൊന്ന് മിക്സ് ചെയ്യണം. അപ്പോൾ അല്ലെങ്കിൽ റൈസ് അങ്ങനെ കട്ടായി പോവും. അതുകൊണ്ട് നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്യാം, എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിൽ. അപ്പം പിന്നെ ചിക്കൻ റെഡിയാക്കാൻ തുടങ്ങി. ആദ്യം ചിക്കനൊന്ന് മാരിനേറ്റ് ചെയ്ത് വെച്ചു. എങ്ങനെയാണെന്ന് വെച്ചാൽ മല്ലിപ്പൊടിയും മുളക് പൊടിയും നന്നായിട്ടൊന്ന് ചീനച്ചട്ടിയിൽ വറുത്തെടുക്കുക. പിന്നെ മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി ഞാൻ മാരിനേറ്റ് ചെയ്ത് വെച്ചതാണ്. അത് നന്നായിട്ട് പുരട്ടി വയ്ക്കണം. കുറച്ച് നേരം വെച്ചതിന് ശേഷം നമ്മൾ സവാള വെളിച്ചെണ്ണയിലിട്ട് നന്നായിട്ട് ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. ഉപ്പും കൂടി കുറച്ച് ഇതിൽ ആഡ് ചെയ്യാം. അങ്ങനെ സോട്ട് ചെയ്ത് വരുമ്പോൾ അതിലേക്ക് ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി എന്നിവ പേസ്റ്റാക്കിയത് ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് വേപ്പിലയും അത് വഴണ്ടി വരുമ്പോൾ കുറച്ച് തക്കാളി ഇട്ട് നന്നായിട്ട് വഴറ്റിയിട്ട് നമ്മൾ പുരട്ടി വെച്ചിരുന്ന ചിക്കൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് മൂടി വെച്ച് വേവിക്കാം. അപ്പോൾ ചിക്കൻ വേവേണ്ട ഇതിൽ അമ്മ അവിടെ പ്രോൺസ് ഉണ്ടാക്കുകയാണ്. സവാള, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, വേപ്പിലേക്ക് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ പ്രോൺസ് വേവിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. അതിനിടയിൽ നമ്മൾ ചിക്കൻ ഓൾറെഡി വേവണുണ്ട്. ആ ടൈമിലാണ് പ്രോൺസും ഉണ്ടാക്കിയത് കേട്ടോ. അപ്പോൾ ശീലമ്മയാണ് ഉണ്ടാക്കിയത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് അതിലേക്ക് ആദ്യം വെളിച്ചെണ്ണ ഒഴിക്കാം. അതിലേക്ക് കുറച്ച് മസാല, ഹോൾ സ്പൈസസ് ആഡ് ചെയ്യാം. പിന്നെ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, വേപ്പില എന്നിവ ആഡ് ചെയ്തു. അത് നന്നായിട്ടൊന്ന് വഴണ്ടി വരുമ്പോൾ അതിലേക്ക് ബാക്കിയുള്ള നന്നായിട്ടൊന്ന് ഫ്രൈ ആവണം. അപ്പോൾ അതിലേക്ക് സവാള ആഡ് ചെയ്ത് കൊടുക്കാം. സവാള ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. പിന്നെ അതിലേക്ക് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യാം. പിന്നെ വേണ്ടത് തക്കാളിയാണ്. തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം. നല്ലൊരു പഴുത്ത തക്കാളി ആഡ് ചെയ്തിട്ടുണ്ട്. അത് ചെറുതായിട്ട് അരിഞ്ഞിട്ടാണ് ആഡ് ചെയ്യുന്നത്.
ഇത് കുറച്ച് നേരം ഇങ്ങനെ വഴറ്റി വരണം, ഒരു 10 മിനിറ്റ് നേരം തക്കാളി നന്നായിട്ട് വഴണം. അപ്പോൾ ആ ടൈമിൽ നമുക്ക് ചിക്കനെ ഒന്ന് നോക്കുമ്പോൾ അതിലേക്ക് കുറച്ച് പെരുംജീരകം പൊടിച്ചതും കൂടെ ആഡ് ചെയ്യാം. അങ്ങനെ ആഡ് ചെയ്ത് കൊടുത്തു. പിന്നീട് പ്രോൺസ് നന്നായിട്ട് അതിന് വേണ്ടിയിട്ട് തക്കാളി നന്നായിട്ട് ആയിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് മസാലാസ് ആഡ് ചെയ്യാം. മുളക് പൊടി, മല്ലിപ്പൊടി എന്നിവ ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അതിലേക്ക് പിന്നെ പെരുംജീരകം പൊടിച്ചത് ചേർത്തു. അത് നന്നായിട്ട് അത് മിക്സ് ചെയ്യാം. പിന്നെ അതിലേക്ക് പൊടിച്ച കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുത്തു. നന്നായിട്ട് അത് സോട്ട് ചെയ്യാം. അത് നന്നായിട്ട് ആയി വരുമ്പോൾ നമുക്ക് അതിലേക്ക് പ്രോൺസ് ഓൾറെഡി വേവിച്ച് വെച്ചിട്ടുണ്ട്, ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് വേവിച്ച് വെച്ചത് ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. അങ്ങനെ നമ്മുടെ പ്രോൺസ് റോസ്റ്റ് റെഡിയാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള പ്രോൺസ് റോസ്റ്റ് ആയിരുന്നു. അപ്പോൾ അത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി. അതപ്പോൾ വേപ്പിലേക്ക് വെച്ചൊന്ന് ഡെക്കറേറ്റ് ചെയ്തപ്പോൾ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. നല്ലൊരു കോൺട്രാസ്റ്റ് കളേഴ്സൊക്കെ വന്നപ്പോൾ അതിനുശേഷം പിന്നെ ചിക്കൻ കറിയും സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റി. അതും ആ ടൈമിന് റെഡി ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി. പിന്നെ ലഞ്ച് കഴിക്കാനുള്ള ടൈമായി വന്നു. അപ്പോൾ ഒരു 1 o'clock ആയപ്പോഴേക്കും ചിക്കൻ കറിയൊക്കെ റെഡി, എല്ലാം ബിരിയാണിയും പിന്നെ അതിനൊരു സാലഡൊക്കെ റെഡിയാക്കി. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ ലഞ്ച്. ബിരിയാണി, ചിക്കൻ, പ്രോൺസ്, സാലഡൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്നൊരു ഹെവി ലഞ്ച് തന്നെയായിരുന്നു. എന്നാലും കുറച്ച് കഴിച്ച് ഓക്കെയാണത്. അതുകൊണ്ട് അധികം നെയ്യൊന്നും ഇട്ടിട്ടില്ല കേട്ടോ ഇതിൽ, ബിരിയാണിയിലായാലും. അപ്പോൾ ഞങ്ങൾ 4 പേരും കൂടെ ലഞ്ചൊക്കെ കഴിച്ചു. അപ്പോൾ ഭയങ്കര നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാം ഓക്കെ ആയിരുന്നു, നല്ല ടേസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.